നോമിനേഷൻ അല്ല, ഇലക്ഷന്റെ ഒരു ഓഫീസ് വേണ്ടേ? ഇലക്ഷൻ ഓഫീസ് എന്ന് പറയുമ്പോൾ മിനിമം 2 വേണം. ഈ പന്തല് പണിയുന്നൊരു പരിപാടിയില്ലേ, അത് നടക്കും? പന്തലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്കാരുടെ ഒരു കുത്തകയാണ്. അവർക്ക് റോഡിന്റെ നടുക്കുവാണെങ്കിലും പന്തല് പണിയാം. നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ പെർമിഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ഇടി കിട്ടും. അപ്പൊ കൊമേഴ്ഷ്യൽ സ്പേസിന്റെ പരിപാടിയേ നടക്കുള്ളൂ. ഈ പാർട്ടിക്കാർക്കാവുമ്പോ കൊമേഴ്ഷ്യൽ സ്പേസും പന്തലും ഒക്കെ ഫ്രീ ആയിരിക്കും അല്ലേ? അവർക്ക് ഫ്രീ ആയിരിക്കും, ഇരിക്കാനുള്ള ആളും ഫ്രീ ആയിരിക്കും, എല്ലാം ഫ്രീ ആയിരിക്കും. നമുക്ക് അതൊന്നും നടപടിയില്ല. നമുക്ക് ഇനിയിപ്പോ ഇതിൽ ഇരുത്താനാണെങ്കിൽ തന്നെ ഒരു ഫുൾ ടൈം ഒരാളെ വേണ്ടേ ഇരുത്താൻ? ഫുൾ ടൈം ആളെ വേണമെങ്കിൽ എഫിഷ്യന്റ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളെ വേണമെങ്കിൽ 20K എങ്കിലും ചിലവാകും. ഓരോ ഓഫീസിലും ഓരോ ആൾക്കാരെങ്കിലും വേണം. അപ്പൊ അവർക്ക് പൈസ കൊടുക്കണം. അവർക്ക് കൊടുക്കുന്ന റെന്റൽ കോസ്റ്റ് എന്ത് വരും? പിന്നെ ഇവരുടെ ഭക്ഷണം. ഏറ്റവും കുറഞ്ഞ ഒരു വാടകയാണെങ്കിൽ തന്നെ എത്ര വരും? കുറഞ്ഞ വാടക എന്ന് പറയുമ്പോൾ 10K മിനിമം മന്ത്ലി ആവും. എല്ലാം കൂടി ഒരു 1.5 ലക്ഷം രൂപ കാണണം. 1.5 ലക്ഷം രൂപ ക്യാമ്പയിനിങ്ങിനുള്ള ആളെ കൂട്ടാതെ തന്നെ 1.5 ലക്ഷം രൂപ. ക്യാമ്പയിനിങ്ങിന്റെ ഒന്നും അവിടെ ഒന്നും എത്തിയിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. ഇതിൽ 1.5 ലക്ഷം രൂപയെങ്കിലും കാണണം. ഇനിയിപ്പോ നോമിനേഷന്റെ കോസ്റ്റ് അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള സംഗതി നോക്കാം. സെക്ഷൻ 33 പ്രകാരം ഒരു വാലിഡ് നോമിനേഷൻ വേണം. അതിപ്പോ വക്കീലന്മാരായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ സെക്ഷൻ 34(1)(b) ഓഫ് RP ആക്ട്, അത് പ്രകാരം ജനറലിന് 10,000 രൂപയും SC/STക്ക് 5,000 രൂപയും ഡെപ്പോസിറ്റ് ആയിട്ട് കെട്ടണം. 10,000 രൂപ പിടിക്കാം നമുക്ക്. അത് സെക്കൻഡ് ചെയ്യാനുള്ള ആള്, പിന്നെ അവിടെ പോകാനുള്ള വണ്ടി കാശ്. തീർന്നില്ലേ? അതുകൊണ്ടൊന്നും തീരുന്നില്ല. നമ്മൾ ഈ മെയിൻ പാർട്ടികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ഒരു ഓളം വെച്ച് തന്നെ നമ്മൾ അവിടെ കൊണ്ടുപോയി നോമിനേഷൻ കൊടുക്കണം. വെക്കണമെന്ന് ഉദ്ദേശിച്ചത് അതിനൊരു 20 ആളും പിന്നെ അവർക്കുള്ള ഫുഡും വണ്ടിയും ഒക്കെ വേണം. അങ്ങനെ ഒരു ഓളം ഒക്കെ പബ്ലിക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു ഇലക്ഷനിൽ. അപ്പൊ അവിടെ നമുക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. ഓളത്തിന് എത്ര രൂപയാവും? എല്ലാം കൂടെ ഒരു 30 രൂപയെങ്കിലും ആക്കാം. അപ്പൊ നോമിനേഷൻ കൊടുക്കാൻ 30,000 രൂപ വേണം. വേണ്ടിവരും. കൂട്ടി ഓളൊക്കെ ഓക്കെ, പക്ഷേ ചിഹ്നം വേണ്ടേ? അതൊരു വാലിഡ് പോയിന്റ്. ചിഹ്നം എന്ന് പറയുന്ന സാധനം ഇലക്ഷൻ സിമ്പിൾസ് റിസർവേഷൻ ആൻഡ് അലോട്ട്മെന്റ് ഓർഡർ 1968 വെച്ചിട്ടാണ് ഗവേൺ ചെയ്യുക. അതില് നാഷണൽ പാർട്ടി, സ്റ്റേറ്റ് പാർട്ടി തുടങ്ങിയ ആൾക്കാരൊക്കെ അവരുടെ റിസർവ്ഡ് ചിഹ്നമുണ്ട്. നമ്മൾ ഇൻഡിപെൻഡന്റ് ആയ സ്ഥിതിക്ക് നമുക്ക് ഫ്രീ ചിഹ്നം ഉണ്ടാവുള്ളൂ. അപ്പൊ ചിഹ്നത്തിന് വേറെ എക്സ്പെൻസ് ഇല്ല ഭാഗ്യവശാൽ. ചിഹ്നത്തിന് ഇപ്പൊ നിലവിൽ വേറെ എക്സ്പെൻസ് ഇല്ല, പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യണം. മൊത്തം 163 ചിഹ്നങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നേരത്തെ സെലക്ട് ചെയ്ത് വെക്കണം. ഒരു 4-5 പേരും സെലക്ട് ചെയ്ത് വെച്ചില്ലേ നമ്മളെ പോലെ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സ് വേറെ കാണുമല്ലോ. ഇനിയിപ്പോ അഡ്വർടൈസ്മെന്റ് വേണം. അഡ്വർടൈസ്മെന്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് ഇല്ലാത്തൊരു പരിപാടിയില്ല. അല്ല, ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ദേവൻ രാമേന്ദ്രൻ സാറിന്റെ ഡയറക്ഷൻ ഉണ്ട്. ഫ്ലക്സ് വെച്ചൂടാ, ക്ലോത്തേ പറ്റുള്ളൂ. അപ്പൊ ക്ലോത്ത് ഫ്ലക്സ് ഈ പാർട്ടിക്കാർക്ക് കിട്ടുന്ന റേറ്റ് നമുക്ക് കിട്ടില്ല. എന്നാലും അവിടുത്തെ ഒരു കോമ്പറ്റീറ്റീവ് റേറ്റ് കിട്ടും. 400 ചെറുതും 100 വലുതെങ്കിലും വേണ്ടേ? ഏറ്റവും മിനിമം അത്രയെങ്കിലും വേണം. ഇൻസ്റ്റലേഷൻ കൂട്ടാതെ തന്നെ സാധനത്തിന് മാത്രം ഒരു 3 ലക്ഷം രൂപ ഇതിന് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം. പിന്നെ അതും കൂടെ കൊണ്ടുവരുന്നതിന്റെ ചെലവ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കെട്ടിക്കുന്നതിന്റെ പൈസ കെട്ടാൻ സമ്മതിക്കൂ? ഇല്ല, എല്ലായിടത്തും പലയിടത്തും ഓടക്കൊണ്ടാവും, ഉറപ്പാണ്. അപ്പൊ പാർട്ടിക്കാർക്ക് കെട്ടാനുള്ള ആളും ബാക്കിയുള്ളതും ഫുഡും പാനീയവും കൊണ്ട് അവരുടെ നടക്കും. ഒരു 7-8 ദിവസം ഒരു 10 പേര് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ ഇത് തീരുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത ആളെ കൊണ്ടുപോകണം. ലേബറിൽ എല്ലാം കൂടെ ചേർത്താ എല്ലാം കൂടെ ഒരു 4-4.25 ലക്ഷം രൂപയെങ്കിലും ആവും. തീർന്നില്ല, പോസ്റ്റർ വേണ്ടേ? പോസ്റ്റർ വേണം. 1 ലക്ഷമൊക്കെ ആണോ ഈ പാർട്ടിക്കാരൊക്കെ അടുപ്പിക്കുന്നത്? അല്ലല്ലോ. അല്ല, പാർട്ടിക്കാരെ ഒരു 3 ലക്ഷം പോസ്റ്റർ ഒക്കെ അടിക്കുമായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കീറിക്കളിക്കാനുള്ളതല്ലേ. അപ്പൊ നമ്മുടെ ഇപ്പൊ കീറിയാലും ഈ ഒട്ടിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ മാറ്റിയാലും പറത്തിക്കളഞ്ഞാലും എല്ലാം കൂടെ ചെയ്താലും നമ്മളൊരു 2 കിലോ അടുപ്പിക്കണ്ടേ? 2 കിലോ അടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 120 GSM-ന്റെ ആണെങ്കിൽ 3 രൂപയ്ക്ക് കിട്ടിയാൽ 6 ലക്ഷം രൂപയ്ക്ക് ചെലവ്. ഒട്ടിക്കണ്ടേ? ഇത് ഒട്ടിക്കാൻ വേണം, അതിനും കൊടുക്കണം ഭക്ഷണവും പാനീയവും. 6 ലക്ഷം. അപ്പം പറഞ്ഞു പിടിച്ചു വന്നപ്പോ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലായാലും 10.5 ലക്ഷം രൂപ കൂട്ടിക്കോ. 10.5 ലക്ഷം രൂപ